PMC നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ കൊടുത്ത ഉത്തരത്തിന് കേരളമില്ല. പക്ഷെ ഇനിയിപ്പോ മാറാൻ പറ്റില്ല എന്ന ഒരു ഇല്ലാത്ത ന്യായം പറഞ്ഞിട്ട് അവർ അത് അതിവേഗത നടപ്പിലാക്കുകയാണ്. ഇത് വന്ദേ മാതരത്തിന്റെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോ യഥാർത്ഥത്തിൽ ആര് തമ്മിലായിരുന്നു ഡീൽ എന്നുള്ളത് ഇപ്പോ വ്യക്തമായി. ഒരു മാസം കൊണ്ട് ഇത്രയും മലക്കം പറഞ്ഞൊരു സർക്കാർ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടാവില്ല. എന്തൊരു നിലപാടിന്റെ വക്താക്കൾ എന്ന് വാക്കാണ് പ്രധാനം എന്ന് പറഞ്ഞു വന്ന ആളുകൾ എത്ര പെട്ടെന്നാണ് ആ വാക്കും പഴഞ്ചാക്കും ഒരുപോലെ എന്ന മട്ടിലേക്ക് മലക്കം പറഞ്ഞത്. ഇപ്പൊ ഭരണം തുടർന്നാൽ അത് മുന്നണിയെ ദൂഷിപ്പിക്കുമെന്നുള്ള പ്രചാരവേലകൾ, പിന്നെ ഒരു മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു, മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നു, ഇങ്ങനെയുള്ള പ്രചാരവേലകൾ നമുക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിലും ചെറിയ ചോർച്ചയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന പോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ളൊരു ഏകോപനം വന്നിട്ടുണ്ട്. അത് പല ഏത് ന്യൂനപക്ഷമാണെങ്കിലും അത് കാണാൻ കഴിയും. ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കാര്യമായ പാളിച്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തിൽ നിന്ന് ആകെയുള്ള ഒരു വിലയിരുത്തലാണ്. ഇപ്പോൾ അതില് ഇപ്പം നമ്മളല്ലാതെ മറ്റാര് എന്ന് പറയുന്ന ഒരു LDF അല്ലാതെ മറ്റാര് എന്ന് പറയുന്നത് ആ മുദ്രാവാക്യത്തിൽ ഒരു അഹന്ത കലർന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കലായ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ, മുഖ്യമന്ത്രി മൈക്ക് ഓപ്പറേറ്ററോട് ദേഷ്യപ്പെട്ടതാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഏതോ ഒരു ഘട്ടത്തിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതാണ്. നമസ്കാരം സാർ. കേരളത്തില് ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. പക്ഷെ ഇപ്പോഴും ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിന്റെ ചർച്ചകൾ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. ഇപ്പോ ഇടതുപക്ഷം ആസ് എ ഗവൺമെന്റ് വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി പറയാവുന്ന ഒരു സർക്കാർ. അതിന് നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് പറയാം. അതായത് ഇവിടെയുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സിലും കേരളം പെർഫോമൻസ് ബെറ്റർ ആക്കിയിട്ടുണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും അപ്രതീക്ഷിതം എന്ന് പറയാവുന്ന വിധത്തിൽ കേരളം അതിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ സൈഡിലും കേരളം വലിയ പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു കാലഘട്ടമാണ് കടന്നത്. അപ്പൊ കേരളത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ച് സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഒരു വിമർശനം നിക്ഷേപ സൗഹൃദമല്ല എന്നുള്ളതാണ്. ആ വിമർശനത്തെ അടക്കം മറികടന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണ് കടന്നുപോയത്. പക്ഷേ ചരിത്രത്തിൽ ഏറ്റവും മോശമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെയാണ് കേരളത്തിലെ ജനങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്തത്. ആ കോൺട്രഡിക്ഷൻ എങ്ങനെ സംഭവിച്ചു എന്നാണ് സഖാവ് വിലയിരുത്തുന്നത്? സാധാരണ നമ്മൾ കരുതുന്നത് ഓരോ ഗവൺമെന്റിന്റെയും പെർഫോമൻസ് വെച്ചിട്ടായിരിക്കും വിധിയെഴുത്ത്. എന്നാൽ അതാത് കാലത്ത് ഉരുണ്ടുകൂടുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്ന പല പ്രചാരവേലകൾ അതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 10 കൊല്ലം ഒരു തുടർച്ചയായി ഭരിച്ചല്ലോ, അതിന് ഒരു മാറ്റം വന്നോട്ടെ എന്ന ചിന്ത പൊതുവെ ശക്തമായി തന്നെ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോ 10 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു ആദ്യം വോട്ട് ചെയ്യുന്ന കുട്ടി സ്കൂളിൽ 8 വയസ്സുള്ളപ്പോൾ എന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് അധികം കഴിയാതിരിക്കുന്ന പ്രായമാണ്. അപ്പൊ ആ കുട്ടി പിന്നെ 10 വർഷവും വളർന്നു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിലായിരിക്കും. അപ്പൊ അതിൽ ഇത്രത്തോളം ഇനി പുതിയത് വന്നാൽ എങ്ങനെയായിരിക്കും? അപ്പൊ ഒരു കമ്പാരിസണിന്റെ ഒരു അനുഭവം ഇല്ലാത്ത വലിയൊരു വിഭാഗം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പിന്നെ വന്ന പല നരേറ്റീവുകളും അത് വല്ലാതെ പലരെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഭരണം തുടർന്നാൽ അത് മുന്നണിയെ ദൂഷിപ്പിക്കുമെന്നുള്ള പ്രചാരവേലകൾ, പിന്നെ ഒരു മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു, മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നു, ഇങ്ങനെയുള്ള പ്രചാരവേലകൾ അതെല്ലാം തന്നെ വളരെ ബോധപൂർവം നിർമ്മിച്ചു കൊണ്ടുവന്ന പ്രചാരവേലകളാണ്. കുറെയൊക്കെ ഇതും സ്വാധീനിച്ചിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ കാര്യങ്ങളാണ് ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഒപ്പം ഈ മാറ്റം ആയിക്കോട്ടെ എന്നൊരു ചിന്തയും ശക്തമായിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു 10 വർഷമാണ് പിന്നിട്ടത്. വിധിയെഴുത്ത് മറിച്ചായി എന്നുള്ളത് കൊണ്ട് ആ ചെയ്ത കാര്യങ്ങളൊന്നും റദ്ദാക്കപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോ കേരളത്തില് പലതരത്തിൽ ഇപ്പൊ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു തൊഴിലായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടപെട്ടിരുന്ന ഒരാളാണ്. ഇപ്പോ ഞാൻ ഇടപെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ നടത്തിയിട്ടുള്ള സർവേകളിൽ ഇവിടെ എല്ലാം കേരളത്തിലെ ഏറ്റവും മികച്ച മന്ത്രി എന്ന നിലയിൽ അങ്ങേ ആളുകൾ റേറ്റ് ചെയ്തിരുന്നു. അതായത് എല്ലാ സ്ഥലങ്ങളിലും അത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇടപെട്ട ഒരു 95% സ്ഥലങ്ങളിലും അങ്ങയാണ് ഏറ്റവും മികച്ച മന്ത്രി എന്ന നിലയിൽ പ്രൊജക്ട് ചെയ്തിരുന്നത്. അപ്പോ കിട്ടിയ അവസരത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക, നല്ല MLA എന്ന നിലയിലുള്ള ചുമതലകൾ ചെയ്തു തീർക്കുക, മന്ത്രി എന്ന നിലയിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക. ഇതിന്റെയും അപ്പുറത്ത് ഒരു തെരഞ്ഞെടുപ്പ് ജയത്തിലേക്ക്, ഒരു തുടർച്ചയിലേക്ക് എന്തും കൂടെയാണ് നമുക്ക് അധികമായിട്ട് ചെയ്യാനുള്ളത്? അല്ല, യഥാർത്ഥത്തിൽ ജനങ്ങൾ വിധി എഴുതുമ്പോൾ പല ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ ആകണമെന്നില്ല അവർ കാണുന്നത്.
ഇപ്പോ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ മന്ത്രി എന്ന നിലയിൽ എന്നിൽ ഏൽപ്പിച്ച കാര്യം എന്റേതായ പരിമിതിക്ക് പരമാവധി നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡീപ്പ് റൂട്ടഡ് പ്രിസംഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏത് സംരംഭകനായി നോക്കിയാലും രാഷ്ട്രീയത്തിന് അതീതമായി അവർ ഈ മാറ്റം അംഗീകരിച്ച് പറയുന്നവരാണ്. മണ്ഡലത്തിലും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്താനുള്ള പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു പൊതു പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ വരും. ഞാൻ മത്സരിച്ച മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 38,500 വോട്ടിന് പുറകിലുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 24,000 വോട്ടിന് പുറകിലുള്ള മണ്ഡലത്തിലാണ് മത്സരിച്ചത്. അതിനെ മറികടക്കാനായിട്ട് കഴിയും. ഇത്തവണ ഈ ഉരുണ്ടുകൂടലുകളെല്ലാം വന്നു കഴിഞ്ഞപ്പോ മറ്റ് ഘടകങ്ങളൊന്നും അത്ര പ്രസക്തമല്ല. രാഷ്ട്രീയമായ പ്രചാരവേലകൾ ഒരു ശക്തമായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഘടകങ്ങളിലേക്കൊന്നും ആയിരിക്കണമെന്നില്ല അവസാനം ആളുകൾ ഒരു നിലപാടിലേക്ക് എത്തുന്നത്. ജനാധിപത്യത്തിന്റെ ഒരു രീതിയാണ്. നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക. എങ്ങനെ ഇത്തരം രീതികൾക്കകത്ത് മാറ്റം വരുത്താൻ കഴിയുമെന്ന് പാഠം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക മാത്രമേ കരണീയമായിട്ടുള്ളൂ. പക്ഷെ നമുക്കിപ്പോ എന്താണ് ഇപ്പൊ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഇതിൽ ഏതെങ്കിലും മതവിഭാഗങ്ങളെ, ഇപ്പൊ ഇടതുപക്ഷത്തിനെതിരായി എന്ന് നമുക്ക് തോന്നുന്ന മതവിഭാഗങ്ങളെ സവിശേഷമായിട്ട് പ്രീണിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇടതുപക്ഷത്തിന് മുന്നിലില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ പൊളിറ്റിക്കൽ പ്രോഗ്രാമിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചകളുടെ സാധ്യതയില്ല. അപ്പൊ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇപ്പൊ ഇതാണ് ആളുകൾ അവസാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു മാനദണ്ഡമെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ പെർഫോമൻസിന് അവിടെ കൃത്യമായിട്ടും കേരളം പോലെ ഏറ്റവും പ്രബുദ്ധരായ മനുഷ്യരുണ്ടെന്ന് പറയുന്ന ഒരിടത്ത് പോലും നമുക്ക് അതിന് വിലയില്ലാതാവുകയാണെങ്കിൽ എന്തിലൂടെയാണ് നമുക്ക് ഇതിനെ മറികടക്കാൻ പറ്റുക? ഇപ്പൊ അടുത്ത 5 കൊല്ലത്തെ പ്രതിപക്ഷ പ്രവർത്തനത്തിൽ എങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക? അല്ല, അത് അവരുടെ വിശ്വാസം വീണ്ടെടുക്കൽ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോ ഏതെങ്കിലും ഒരു മതവിഭാഗം മാത്രം തിരിഞ്ഞു എന്ന് നമ്മൾ കണക്കാക്കുന്നില്ല. പൊതുവെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിലും ചെറിയ ചോർച്ചയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന പോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ളൊരു ഏകോപനം വന്നിട്ടുണ്ട്. അത് ഏത് ന്യൂനപക്ഷമാണെങ്കിലും അത് കാണാൻ കഴിയും. അപ്പോൾ അവിടെ നിന്ന് അത് മാത്രമാണ് തോൽവിയുടെ ഘടകം എന്ന് ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ എവിടെയൊക്കെ ഞങ്ങൾക്ക് നന്നായി ഞങ്ങളുടെ രാഷ്ട്രീയം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ, സംഘടനാപരമായി മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അവിടെ ഈ വിഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് നല്ലൊരു പങ്കും നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പലയിടങ്ങളിലും വിജയിക്കാൻ കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പിന്റെ ഫലം ഈ പറഞ്ഞ പോലെ 35 സീറ്റ് എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത്. ഇതിനു മുമ്പ് 2001-ലാണ്. 2001-ന്റെ പ്രത്യേകത, കേരളത്തിൽ കാലാവധി പൂർത്തീകരിച്ച ആദ്യത്തെ ഇടതു മുന്നണി ഗവൺമെന്റാണ് 2001 തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചത്. 57 മുതൽ ഗവൺമെന്റുകൾ ഉണ്ടെങ്കിലും അത്രയും കാലം കഴിഞ്ഞിട്ടാണ് ടേം നമുക്ക് ഫുള്ളായി കിട്ടുന്നത്. അപ്പൊ എല്ലാ വലതുപക്ഷ ശക്തികളുടെ ഏകോപനം ഉണ്ടായി 40-ലേക്ക് ഒതുങ്ങി. ഇപ്പൊ ആദ്യമായിട്ട് 2 ടേം പൂർത്തീകരിച്ച ഗവൺമെന്റാണ്. അപ്പോഴും എല്ലാവരും നമുക്ക് എതിരായി നിൽക്കുന്ന എല്ലാവരും തന്നെ ശക്തമായി വന്നു. അതിൽ ഞങ്ങൾ കാണാതെ പോയത് 2021 മുതൽ തന്നെ ഈ ഏകോപനവും പ്രചാരവേലകളും ആരംഭിച്ചു. ഞങ്ങൾ കരുതിയിരുന്നത് പ്രകടന പത്രിക, ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അത് പൂർണ്ണമായിട്ടും പാലിച്ചു പോവുകയാണെങ്കിൽ അനുകൂലമായിട്ട് ജനങ്ങൾ വിധി എഴുതുമെന്നാണ് ഞങ്ങൾ കണക്കാക്കിയത്. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇന്നുള്ള പല പ്രചാരവേലകൾ അതിനെ ഒന്നും ആ രൂപത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കാണേണ്ടത്. അപ്പോൾ മതനിരപേക്ഷമായ ഒരു സമൂഹമായി കേരളം നിലനിൽക്കേണ്ടതുണ്ട്. ഞങ്ങൾക്കെതിരെ വന്ന ഒരു ആരോപണമോ ആക്ഷേപമായി ഉയർത്തിയത് ഇവരും BJP ഡീലുണ്ടാകും. അതിന്റെ പ്രധാന ഒന്ന് PMC ആണ്. അതുവഴി RSS അജണ്ട നടപ്പിലാക്കും. ഇപ്പൊ വളരെ പ്രകടമായി ഞങ്ങൾ ക്യാപ്റ്റൻ അബയൻസിൽ വെച്ചത് അതിവേഗത്തിൽ ഇപ്പോ അവർ നടപ്പിലാക്കിയാണ്. പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് ഉത്തരം കാണുകയുണ്ടായി. PMC നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ കൊടുത്ത ഉത്തരത്തിന് കേരളമില്ല. പക്ഷെ ഇനിയിപ്പോ മാറാൻ പറ്റില്ല എന്ന ഒരു ഇല്ലാത്ത ന്യായം പറഞ്ഞിട്ട് അവർ അത് അതിവേഗത നടപ്പിലാക്കുകയാണ്. പിന്നെ വന്ദേ മാതരത്തിന്റെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോ യഥാർത്ഥത്തിൽ ആര് തമ്മിലായിരുന്നു ഡീൽ എന്നുള്ളത് ഇപ്പോ വ്യക്തമായി. പക്ഷെ പ്രചാരവേല നേരെ തിരിച്ചായിരുന്നു. അത് കുറച്ചുപേരൊക്കെ ചിലപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടാകാം. ഇപ്പൊ PMC വിഷയത്തില് അങ്ങ് നോക്കുക, ഞാൻ അതില് പൊതുവിൽ കേരളത്തിന്റെ സമൂഹത്തില് ഇവിടുത്തെ ഒരു ആളുകളുടെ പൊതുബോധത്തിൽ ഉണ്ടായ ഒരു മാറ്റം നമ്മൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ PMC വിഷയം. അതായത് PMC വിഷയത്തിൽ ഇടതുപക്ഷത്തിന് തെറ്റുപറ്റി എന്ന് പറയുന്നു. അതിനകത്ത് ആദ്യത്തെ വിമർശനം വരുന്നത് ഇടതു മുന്നണിക്ക് അകത്തു നിന്ന് തന്നെയാണ്. ആ മുന്നണിയുടെ അകത്തു നിന്ന് വന്ന ആ വിമർശനത്തിനെ ഇടതുപക്ഷം സ്വീകരിച്ചു. അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റൻ അബയൻസ് എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു. തത്വത്തിൽ അത് മരവിപ്പിക്കപ്പെട്ടിരുന്നു. അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആ ആക്ഷേപത്തെ ഇടതുപക്ഷം ക്രിയാത്മകമായിട്ട് തന്നെ കേട്ടിട്ടുണ്ട്. അതിനോട് എങ്ങനെയാണോ പ്രതികരിക്കാൻ കഴിയുക ആ നിലയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അടുത്ത കോൺഗ്രസ് ഗവൺമെന്റ് വരുന്നു. കോൺഗ്രസ് ഗവൺമെന്റിനെ സംബന്ധിച്ച് അവർ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു, പ്രചരണ വിഷയം തന്നെയായിരുന്നു ഇത്. അവർ വന്ന ഉടനെ
ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നൊരു നിലപാടെടുക്കുന്നു. അല്ലെങ്കിൽ അതിൽ ക്യാപ്റ്റൻ അബേൻസ് എന്നുള്ള സ്റ്റാൻഡ് വിട്ടിട്ട് അത് ആക്ടിവേറ്റ് ചെയ്ത് അതുമായിട്ട് മുൻപോട്ട് പോകാൻ ഒരു തീരുമാനം അവർ കൈക്കൊള്ളുകയാണ്. ആ തീരുമാനം കൈക്കൊള്ളുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷത്തിന് നേരെ ഉണ്ടായതിനേക്കാൾ കനത്ത വിമർശനം ഇവർക്കെതിരെ ഉണ്ടാവുമെന്നുള്ളതാണ്. എന്നാൽ അന്ന് ആ വിമർശന പരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത മുസ്ലിം ലീഗാണ് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത്. അവരടക്കം പറയുന്നു ഇടതുപക്ഷം പിന്മാറാൻ കഴിയാത്തൊരു കരാറാണ് BJP-യുമായിട്ട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഈ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. അത്തരത്തിലൊരു കരാറുള്ളത് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ എന്ന് പറയുന്ന അവരുടെ വിശദീകരണത്തിന് സ്വീകാര്യത ഉണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ലേ? സ്വീകാര്യത ഉണ്ടാകുന്നു എന്ന് പറയാൻ പറ്റില്ല. ഈ പൊതുബോധം എന്നുള്ളത് സ്വയംഭൂവല്ല, പൊതുബോധം നിർമ്മിക്കപ്പെടുന്നതാണ്. ഇപ്പൊ നോക്കൂ, ഒരു ബന്ധു നിയമനം വന്നു. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഒരു 5-6 സെന്റിമീറ്ററുള്ള ഒരു വാർത്ത മാത്രമേ. എന്നാൽ ഇടതുപക്ഷമായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. അത് 1-ാം പേജ് വാർത്ത ദിവസങ്ങളോളം ചാനലുകൾ ചിലത് ഗൗരവമായിട്ട് എടുത്തു. തുടർച്ചയായ വിശകലനങ്ങൾ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത് ഇവർ അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് PMശ്രീയുടെ കാര്യത്തിൽ. PMശ്രീയിൽ ഇവർക്ക് കുറെ കൂടി ഉത്തരവാദിത്തമുണ്ട്. കാരണം അവർ അധികാരത്തിൽ വരുന്നതിന്റെ ഒരു ഘടകമായി പൊതുവെ കണ്ടിരുന്നത് ഇതാണ്. ഈ PMശ്രീയിൽ ഇവര് ഒപ്പിട്ടു MOU. അത് മതനിരപേക്ഷതയ്ക്ക് കോട്ടൽ ഉണ്ടാക്കി. അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നതായിരുന്നു അവർ കണ്ടിരുന്ന ഒരു ഭാഗം. അതുകൂടി വച്ചിട്ടാണ് അവർ ജനങ്ങളെ അഭിമുഖീകരിച്ചത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് അറബിക്കടലിൽ എറിയും, ഇത് നടപ്പാകില്ല എന്ന് പരസ്യമായി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളുകൾ അതിവേഗതയിൽ മലക്കം പറഞ്ഞു. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പാർലമെന്റിൽ തന്നെ പറഞ്ഞു കേരളം PMശ്രീയുടെ ഭാഗമായിട്ടില്ല ഇതുവരെ. MOU-നകത്ത് ഒപ്പിട്ടു, അത് നമ്മൾ തുടർ നടപടികളിലേക്ക് പോയില്ല. ഇവർക്ക് ന്യായമായ തീരുമാനം എടുക്കാമല്ലോ. ഇപ്പൊ കേരളയിൽ വേണ്ടാന്ന് തീരുമാനം എടുത്തല്ലോ. മറ്റു പലതും അങ്ങനെ തീരുമാനം എടുക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ചെയ്യുന്നതിന്റെ തുടർച്ചയ്ക്കല്ലല്ലോ ഇവരെ അധികാരത്തിൽ കൊണ്ടുപോകും. എന്ന് മാത്രമല്ല, ഞങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഞങ്ങൾ വന്നാൽ അത് മാറ്റും എന്ന് വാഗ്ദാനം നൽകിയിട്ടാണല്ലോ അവർ അധികാരത്തിൽ പോകുന്നത്. അവര് ഇത് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ശക്തമായ ഒരു ആക്രമണം അല്ലെങ്കിൽ തുറന്നു കാട്ടൽ ഉണ്ടാകേണ്ടതാണ്. അതിന് നമ്മുടെ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പൊതുവെ നേരത്തെ ഉള്ളതുപോലെ ആക്രമണോത്സവം കാണാൻ കഴിയില്ല. പിന്നെ മറ്റു പല സാംസ്കാരിക മേഖല ഇതിനൊക്കെ എതിർത്തിരുന്ന ആളുകൾ അവരെല്ലാം ഇതിന് ന്യായങ്ങൾ ചമയ്ക്കാൻ പറ്റുമോ എന്നൊരു പുതിയ രീതിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ പഞ്ചാബ് നടപ്പിലാക്കാതിരുന്നതാണ്. പിന്നെ പണം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവര് ഇതിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ ആ നിലപാട് MOU ആണല്ലോ ശക്തമായി സ്വീകരിക്കുമ്പോൾ തടസ്സമില്ല. ഞങ്ങൾ ഒരു തുടർ നടപടി സ്വീകരിച്ചില്ല, അത് തുടർന്നാൽ മതിയല്ലോ, ഇനി മാറ്റേണ്ടതില്ല. ഇപ്പൊ എങ്ങനെ നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്നു. മറ്റു കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിമിതിയുണ്ട്, അത്രയെങ്കിലും പറയാം. ഇനി അറബിക്കടലിൽ ഒഴുക്കാതെ തന്നെ സ്റ്റാറ്റസ് കോ എങ്ങനെ തുടരും, അതുപോലും പറഞ്ഞിട്ടില്ല. ഇപ്പോ നമ്മൾ മാധ്യമങ്ങളെ പറ്റി പറഞ്ഞു. മാധ്യമങ്ങൾ ഒരു ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും കാണി. അത് കാലങ്ങളായിട്ടുള്ള ഒരു ആക്ഷേപമാണ്. ഈ ആക്ഷേപത്തിന് വളരെ ക്രിയാത്മകമായ ഒരു വിമർശനം, മാധ്യമ വിമർശനം എന്ന് പറയുന്നത് ഇടതുപക്ഷം സത്യത്തിൽ ആദ്യത്തെ 1-ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം മുഴുവൻ മാധ്യമങ്ങളെ ഈ തരത്തിൽ ചെറുക്കുന്നതിന് അല്ലെങ്കിൽ അവര് കൊണ്ടുവരുന്ന ഇത്തരം നരേറ്റീവുകളെ ബ്രേക്ക് ചെയ്യുന്നതിന് ഇടതുപക്ഷത്തിന് പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു ക്രിയാത്മക മാധ്യമ വിമർശനം എന്നുള്ളത് മാറി പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിലെങ്കിലും മാധ്യമ അധിക്ഷേപത്തിലേക്ക് ഇത് കടന്നിട്ടുണ്ട്. ഇപ്പൊ മാപ്ര എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടാവുന്നു. അത് സത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു നെയിം കോളിംഗ് ആണ്. അപ്പം നമ്മൾ ഈ പറയുന്ന ജനാധിപത്യത്തിൽ അത്തരത്തിലൊരു നിഷ്പക്ഷ മധ്യവർത്തികളുടെ റോളിൽ ഇരിക്കേണ്ട ആളുകളാണ് മാധ്യമങ്ങൾ. അപ്പൊ മാധ്യമങ്ങളെ വലിയ തോതിൽ ഇടതുപക്ഷം അങ്ങനെ ഒരു ആക്രമണോത്സുകമായി അധിക്ഷേപിച്ചു എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ഈ വ്യത്യസ്ത നിലപാടിലേക്ക് നയിച്ചിട്ടുണ്ടെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത്തരം പ്രയോഗങ്ങൾ നമ്മൾ ഔദ്യോഗികമായി തീരുമാനിച്ചു വരുന്നൊന്നല്ലോ. പക്ഷെ അതില് മാധ്യമങ്ങൾ ഇപ്പൊ എത്ര പരിലാളന കൊടുക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് നിലപാടുണ്ട്. ആ നിലപാട് ഇപ്പൊ യഥാർത്ഥത്തിൽ അവർ പ്രതിപക്ഷം എന്ന് പറയുന്നുവെങ്കിൽ ഈ സംഭവങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം അവതരിപ്പിക്കേണ്ടിയിരുന്നത്. ഇപ്പൊ വന്നിട്ടുള്ള 1 മാസം കൊണ്ട് ഇത്രയും മലക്കം പറഞ്ഞൊരു സർക്കാർ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടാവില്ല. എന്തൊരു നിലപാടിന്റെ വക്താക്കൾ എന്ന് വാക്കാണ് പ്രധാനം എന്ന് പറഞ്ഞു വന്ന ആളുകൾ എത്ര പെട്ടെന്നാണ് ആ വാക്കും പഴഞ്ചാക്കും ഒരുപോലെ എന്ന മട്ടിലേക്ക് മലക്കം പറഞ്ഞല്ലോ. ആ മലക്കം മറിയലുകൾ എന്തുകൊണ്ട് അത്ര അവതരിപ്പിക്കപ്പെടുന്നില്ല? പ്രത്യേകിച്ചും പ്രിന്റ് മീഡിയ കുറെ കൂടി. അച്ചടി ദൃശ്യമാധ്യമങ്ങളിൽ 1-2 മാധ്യമങ്ങൾ മാത്രം ഇത് അവതരിപ്പിക്കുന്നു. ഇത് അവരുടെ കയ്യിലുള്ള ഫയലിൽ നിന്നുള്ള ആ ലൈബ്രറിയിൽ നിന്ന് എടുത്താൽ തന്നെ
എത്രയോ മെറ്റീരിയൽ ഉണ്ടാവും എന്തൊക്കെ പറഞ്ഞു ചിലത് കൊണ്ടുവരുന്നുണ്ട്. ഉം. പക്ഷെ അത്രമാത്രം നമ്മൾ സാധാരണ പുതിയ ഗവൺമെന്റ് ഒരു ഹണിമൂൺ പീരീഡ് എന്നൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും ഇത് വധുവും വരനും ഇതേപോലെ പെരുമാറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആളുകൾ വർത്തമാനം പറയാൻ തുടങ്ങുമല്ലോ. അതേപോലെയാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ടൊരു നിലപാടുണ്ട്. അപ്പൊ അതിപ്പോ ഞങ്ങളങ്ങ് പറഞ്ഞത് കൊണ്ട് മാത്രം അവർ മാറണമെന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആരോഗ്യകരമായ ബന്ധം മാധ്യമങ്ങളായിട്ട് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും, അതിൽ അവരോട് പറഞ്ഞ് നിലപാട് മാറുമെന്നൊന്നും ഒറ്റയടിക്ക് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ലെങ്കിൽ പോലും ഞങ്ങളുടെ സമീപനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? പൊതുവായി ഇനിയിപ്പോ അവരും പ്രതിപക്ഷം എന്ന റോളാണല്ലോ നിർവഹിക്കേണ്ടത്, ഞങ്ങളിപ്പോ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ റോളിലേക്ക് അവർ വരുന്നുവെങ്കിൽ ചില കൊടുക്കൽ വാങ്ങലുകളും പരസ്പര ധാരണകളും എല്ലാം സമൂഹത്തിൽ ആവശ്യമായി വരും. യഥാർത്ഥത്തിൽ നിർമ്മിത കഥകളിലൂടെയാണ് മാധ്യമങ്ങൾ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരുന്നത്. വസ്തുതകൾ നോക്കുന്ന ഒരു രീതിയേ ഇല്ല. ചില ടിപ്പണികൾ കൊടുത്തുകൊണ്ട് കോൺഗ്രസിനെ, UDF-നെ, ലീഗിനെ ഒക്കെ സഹായിക്കാൻ സമീപനം സ്വീകരിച്ചു. ഇടതുപക്ഷത്തിന് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ വേണമെന്നില്ല. വസ്തുതയായി ജനങ്ങളിലേക്ക് എത്തി. ഇപ്പൊ ഈ ബജറ്റ് നോക്കിയാൽ കഴിഞ്ഞ ബജറ്റിന്റെ തനിയാവർത്തനങ്ങൾ ഒത്തിരിയേറെ കാണാൻ കഴിയും. കഴിഞ്ഞ ബജറ്റ് ഇപ്പോൾ വ്യവസായത്തിൽ നോക്കുമ്പോൾ തന്നെ ഒരു പുതിയ പ്രഖ്യാപനമുണ്ട്. മുഖ്യമന്ത്രി അധ്യക്ഷനായ ഒരു പുതിയ സംവിധാനം വരും, അത് വലിയ മാറ്റം ഉണ്ടാക്കും. എന്നാൽ അത് കഴിഞ്ഞ നിയമസഭ നിയമം തന്നെ പാസ്സാക്കിയതാണ്. മുഖ്യമന്ത്രി അധ്യക്ഷനും വ്യവസായ മന്ത്രി കോ ചെയർമാനാണ്. അപ്പൊ അദ്ദേഹത്തെ വൈസ് ചെയർമാനായി തരംതാഴ്ത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളത് പോലും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വമാണല്ലോ ഒരു ഫോർത്ത് എസ്റ്റേറ്റ് എന്നതിൽ മാധ്യമം നിർവഹിക്കേണ്ടത്. ആ ദൗത്യം അവര് നിർവഹിക്കുന്നില്ല. ഒരു കടുത്ത ഇടതുപക്ഷ വിരുദ്ധത പണ്ടേ മുതൽ കേരളത്തിലെ നല്ലൊരു പങ്ക് മാധ്യമങ്ങൾക്കുണ്ട്. പണ്ട് നമ്മളൊരു ചർച്ച ചെയ്തപ്പോഴാണ് ഡൽഹിയിൽ ഒരു ചർച്ച ചെയ്തു. പൊതുവെ ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ പെയ്ഡ് ന്യൂസ്, അതുപോലെ എഡിറ്റോറിയലുകൾ, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത ഘട്ടത്തിൽ അന്ന് ഞങ്ങൾ പറയുകയുണ്ട്, കേരളത്തിൽ പ്രത്യേക പേയ്മെന്റ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഒരു ഇടതുപക്ഷ വിരുദ്ധ ഒരു പ്രധാന ദൗത്യമായി ഏറ്റെടുത്തിട്ടുള്ള മാധ്യമങ്ങളാണ് നല്ലൊരു പങ്ക്. ഇപ്പൊ മറ്റു പല സ്വാധീനങ്ങളും വന്നെന്ന് വരാം. എന്നാൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ അത്തരം കാര്യങ്ങൾ പരിശോധിച്ചു പോകേണ്ടത് തന്നെയാണ്. ഇപ്പോ ഇടതുപക്ഷത്തിന് ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കാര്യമായ പാളിച്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തിൽ നിന്ന് ആകെയുള്ള ഒരു വിലയിരുത്തലാണ്. ഇപ്പോൾ അതില് ഇപ്പം നമ്മളല്ലാതെ മറ്റാര് എന്ന് പറയുന്ന ഒരു LDF അല്ലാതെ മറ്റാര് എന്ന് പറയുന്നത് ആ മുദ്രാവാക്യത്തിൽ ഒരു അഹന്ത കലർന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കലായ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ, മുഖ്യമന്ത്രി മൈക്ക് ഓപ്പറേറ്ററോട് ദേഷ്യപ്പെട്ടതാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഏതോ ഒരു ഘട്ടത്തിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതാണ്, വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തോടുള്ള വിയോജിപ്പാണ് ഇടതുപക്ഷത്തെ ആകെ ബാധിച്ചത് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷം വലിയ തോതിൽ നടത്തിയ പ്രചരണങ്ങൾ അതൊരു പ്രചരണ കോലാഹലമായി മാറി. അപ്പൊ ആ സാധനങ്ങൾ ജനങ്ങളെ മുഷിപ്പിച്ചു. ഈ തരത്തിൽ പറയുന്ന വാദഗതികളോട് അതിനെ ആത്മവിമർശനപരമായിട്ട് കാണേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ടോ? അല്ല, മുദ്രാവാക്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പൊ നേരത്തെ ഉള്ള മുദ്രാവാക്യങ്ങളെ പോലെ വിജയിച്ചില്ല എന്ന് ഞങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്. അതിലൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മുദ്രാവാക്യവും രൂപപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അതൊരു കാഴ്ചപ്പാടിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള പല മുദ്രാവാക്യങ്ങൾ, ഈ ക്യാച്ച് വേർഡുകളും അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ ഏശാതെ പോയിട്ടുള്ള ഇതുണ്ടല്ലോ. ചിലപ്പോൾ വളരെ നല്ലതാണെന്ന് തോന്നും, പക്ഷെ ആളുകൾ അങ്ങനെ ഉൾക്കൊണ്ടെന്ന് വരില്ല. അപ്പൊ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിയുമെന്ന രൂപത്തിലുള്ള ഒരു മുദ്രാവാക്യം ആവിഷ്കരിച്ചെങ്കിലും അത് ജനങ്ങളെ വേണ്ടത്ര ആകർഷിച്ചിട്ടില്ല, അത് അത്ര ഗുണം ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ തന്നെ ഇപ്പൊ വിലയിരുത്തിയിട്ടുണ്ട്. അവതരിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിയില്ല ജനങ്ങളെ എങ്ങനെ സ്വീകരിക്കും. അന്ന് കണ്ടിരുന്നത് ആ രൂപം കൊടുക്കുമ്പോൾ കൊള്ളാമെന്നൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. അത് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ രൂപത്തിൽ ഒരു സ്വീകാര്യത കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. ഇത് പ്രചരണങ്ങളുടെ ഒരു കോലാഹലം എന്ന് പറയാൻ പറ്റില്ല. പിന്നൊന്ന് കിടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിന് ശേഷം എത്രയോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയി. അപ്പൊ അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിലൊക്കെ ഇത് ബാധിക്കണ്ടേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാധിക്കണ്ടേ. അപ്പൊ അതിൽ അപ്പൊ മുഖ്യമന്ത്രിയുടെ രീതികൾ അദ്ദേഹത്തിന്റെ സവിശേഷമായ രീതികളുണ്ട്, അത് കേരളീയ സമൂഹത്തിന് അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ അത് എങ്ങനെ ഒരു എന്നുവെച്ചാൽ അതിന് കാരണം 29 തുടർച്ചയിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഇടമുണ്ട്. ഓരോ ബൂത്തിലും കുറച്ച് വോട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് തന്നെ. പിന്നെ മതന്യൂനപക്ഷങ്ങളിൽ ഒരു പ്രത്യേക സ്നേഹം അദ്ദേഹത്തോടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ തോപ്പിക്കണമെങ്കിൽ ആദ്യം ഇതാണ് ഇല്ലാതാക്കേണ്ടത്. ഈ രണ്ട് ഒരു മതന്യൂനപക്ഷങ്ങൾക്കിടയിലും അതുപോലെ പൊതുസമൂഹത്തിലും ഉള്ള സ്വീകാര്യതയെ ദുർബലപ്പെടുത്തണം. ഇപ്പൊ രീതികളിൽ അന്നത്തെ ഇന്നത്തെയും വലിയ മാറ്റമൊന്നും പറയാവുന്നൊന്നും കണ്ടെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഓരോന്നെടുത്ത് ആ രൂപത്തിൽ അവതരിപ്പിക്കണം. പിന്നെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാണോ പെരുമാറണം, അപ്പൊ അവരൊക്കെ വന്നൊരു സാഹചര്യത്തിന്റെ ഭാഗമായിക്കൊണ്ടാണല്ലോ.
അപ്പൊ അതൊരു ബോധപൂർവമായൊരു പ്രചാരവേല, അതാണ് ഫോക്കസ് ചെയ്തവർ. വേറെ ആരെയും അവർ ഫോക്കസ് ചെയ്തില്ല. കാരണം ഇതാണ് ഒരു വോട്ട് ക്യാച്ച് ചെയ്യുന്ന ഒരു ഘടകം. കാരണം എല്ലാ സർവേകളിലും ഒന്നാം സ്ഥാനം മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുമായി താരതമ്യം ചെയ്യുമ്പോഴും പിണറായി തന്നെയായിരുന്നു ഇതിന് മുൻപിൽ അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് തകർക്കേണ്ടതുണ്ട്. ആ ഒരു വളരെ ആസൂത്രിതമായ പദ്ധതി വന്നു. കിട്ടുന്ന ഓരോ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ടുള്ള അത് കുറേയൊക്കെ ജനങ്ങൾക്കിടയിൽ ഏഷ്യന്നാണ്. ഇപ്പോ ഇടതുപക്ഷത്തിന് ഈ തവണ കാര്യമായ വിമത പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് അത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രാദേശിക വിഷയത്തിന്റെ മേലെ ഒരു പ്രാദേശിക മണ്ഡലത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന നിലയിലല്ല. ഇപ്പോ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ, ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പിൽ ഉണ്ടാവുന്നു. ജി സുധാകരനെ പോലെ ഏറ്റവും പരിണിതപ്രജ്ഞനായ മുതിർന്ന ഒരു നേതാവ് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാൻ തീരുമാനിക്കുകയാണ്. ഇവരെല്ലാവരും തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പ്, പയ്യന്നൂര് തുടങ്ങിയ സ്ഥലങ്ങൾ, അതിൽ പയ്യന്നൂര് സവിശേഷമായിട്ടും 50,000-ലധികം വോട്ടിന് ജയിച്ചിട്ടുള്ള പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ മത്സരിച്ച ചരിത്രമുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. അവിടെ ഒരു വിമതൻ ഏതാനും ചില മാസങ്ങളുടെ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ, ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ റദ്ദാക്കുകയല്ല, ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം ആ ഒരു കാലത്താണ് അത് പരസ്യമായിട്ട് കൈക്കൊള്ളുന്നത്. ആ സമയത്തെ പ്രവർത്തനത്തിനുള്ളിൽ ഈ വോട്ട് മാർജിനൊക്കെ മറികടന്നിട്ട് കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇടതുപക്ഷത്തിന് എന്തോ സ്ഥായിയായ ഒരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടില്ലേ? സ്ഥായിയായെന്നുള്ള ചില ഘട്ടങ്ങളിൽ ഒന്ന് ഒറ്റപ്പെട്ട ഇതുണ്ടായിരുന്നു. ഇത്രയും ആളുകൾ ഒന്നിച്ച് പ്രധാന ചുമതല വഹിക്കുന്ന ആളുകൾ അങ്ങനെ മാറി ഈ ഘട്ടത്തിൽ പോയി എന്നുള്ള ഞങ്ങൾ ഗൗരവമായി തന്നെ കാണുന്നു. അതിപ്പോ ഈ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു ചിലരും പോകാവുന്ന മട്ടിൽ തന്നെയാണ്. അപ്പൊ എല്ലായിടത്തും ഉണ്ടാകേണ്ട ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഉള്ളടക്കം അത് ഇത്തരം സ്ഥാനങ്ങളിലേക്ക് തന്നെ വേണം എന്നുള്ളൊരു അത് പലരെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അത് പൊതുവെ അത്തരം സ്ഥാനാർത്ഥിത്വം വരാനിടയുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പൊതുവെ സൂക്ഷിക്കേണ്ട ഒരു ജാഗ്രത. നമുക്ക് ജയിക്കലാണല്ലോ പ്രധാനം. ചിലപ്പോൾ നമ്മൾ ആ ഘട്ടത്തിൽ പാർട്ടിയുടെ മുന്നണിയിൽ താല്പര്യം മാത്രം നോക്കി ചിലപ്പോൾ ചില തീരുമാനം എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ജാഗ്രത ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ 1-2 സ്ഥലങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പാർട്ടി തന്നെ ഇപ്പോ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇതൊരു പ്രശ്നം പൊതുവെ ഞങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത് തന്നെയാണ്. പാർട്ടിക്കകത്ത് കുറെ കൂടി ഇത്തരത്തിലുള്ള ഒരു ആളുകളെ ഏത് നിലവാരത്തിലുള്ള ആളും ഇങ്ങനെ അങ്ങ് പാളാം എന്നൊരു അനുഭവം ഇതിൽ നിന്ന് നൽകുന്നുണ്ടല്ലോ. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒത്തിരിയേറെ ആളുകൾ മാറി മത്സരിക്കുകയും ജയിക്കുകയും മന്ത്രിമാരാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അതൊക്കെ ഒരു നിലപാടിന്റെ ഭാഗമായി ചിലപ്പോ പൊളിറ്റിക്കൽ ഇതായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനാ പ്രശ്നമാകാം. ഇത് ഈ സ്ഥാനാർത്ഥിത്വം എന്ന ഒറ്റ പ്രശ്നത്തിലാണ് പൊതുവെ കൂടുതലായി വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ അത്തരം എങ്ങനെ വരുന്നു ഞങ്ങള് ഗൗരവമായി തന്നെയാണ് അതിനെ കണ്ടിട്ടുള്ളത്. ഇപ്പോ ഈ സത്യാനന്തര രാഷ്ട്രീയ കാലത്തിലാണ് നമ്മളുള്ളത്. അപ്പോ ഞാൻ വസ്തുതയാണ് പറയുന്നതെങ്കിലും എന്നെ ആക്രമിച്ച് തോൽപ്പിക്കാൻ സത്യാനന്തരം ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇംപീച്ചിങ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ സോഴ്സ് എന്നുള്ളത്. അപ്പോ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാനായി നമ്മൾ തയ്യാറാക്കിയ എല്ലാ മാധ്യമങ്ങളും, അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിന്ന എല്ലാ മാധ്യമങ്ങൾക്കും പ്രകടമായ ഒരു ഇടതു സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് ഇടതുപക്ഷത്തിൻ്റെതാണ് ആ മാധ്യമങ്ങൾ എന്ന് ആളുകൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ വ്യക്തമാണ്. ആ തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെതായ മാധ്യമങ്ങൾ എന്ന് വരുമ്പോൾ വസ്തുതകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകൾ അത് എടുക്കണം എന്നില്ല. കാരണം അവിടെയെല്ലാം ഇത് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ മറ്റു മാധ്യമങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നത് ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും നമുക്ക് ആർജിക്കാൻ കഴിയാതിരുന്നാൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക? കാരണം ഇത്തരം നരേറ്റീവുകളുടെ സൃഷ്ടി അവർ ഈ വരുന്ന 6 മാസത്തിനകത്ത് വെച്ച് മടക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അത് തുടർന്നുകൊണ്ടേ ഇരിക്കാൻ പോകുന്ന ഒരു പ്രക്രിയയാണ്. മാത്രമല്ല, ഇത്തരത്തിൽ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാത്രമാണ് ഇന്ത്യയിൽ BJP കനത്ത എതിർപ്പ് നേരിടുന്നത്. കാരണം ഒരൊറ്റ സംവിധാനം എന്ന നിലയിൽ BJPനെ ആ നിലയിൽ നിയന്ത്രിച്ചു നിർത്താൻ കോൺഗ്രസിന് പലയിടങ്ങളിലും കഴിയുന്നില്ല. എന്നാൽ അതേ സമയത്ത് ഇപ്പം മമതാ ബാനർജി മുതൽ സമാജ്വാദി പാർട്ടി മുതൽ സ്റ്റാലിൻ മുതൽ ഇങ്ങനെയുള്ള പ്രാദേശിക കക്ഷികളായിരുന്നു വലിയ തോതിൽ BJPനെ അവരവരുടെ പ്രദേശങ്ങളിൽ വന്നു കയറുന്നതിനെ തടഞ്ഞിരുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ കക്ഷികളെല്ലാം ഒന്നൊന്നായിട്ട് ഇല്ലാതാവുന്നു എന്ന് പറയുന്ന കുറേയും കൂടെ രൂക്ഷമായി ദേശീയ തലത്തിൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നവും കൂടി ഇവിടെയുണ്ട്. അപ്പൊ ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പ് ഇവിടെ ഒരു ആവശ്യമാണ്. അതിന് പിന്തുണ കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും അതിനെ മറികടക്കാൻ പറ്റുക? ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ കണക്ക് 3-4 ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് മുന്നേറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോ യഥാർത്ഥത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് കുറെ കൂടി ശക്തമാണ്. പല ഡിസ്കണ്ടന്റുകളുണ്ട്. ഇപ്പോ യുവാക്കളുടെ കാണുന്നുണ്ട്, വിദ്യാർത്ഥികളുടെ,
നോയിഡയിലെ തൊഴിലാളികളുടെ, കർഷകരുടെ, എല്ലാ മേഖലയ്ക്കകത്തും ഡിസ്കണ്ടന്റ് ശക്തമാണ്. അപ്പൊ അത് ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷത്തിന് വളരാൻ കഴിയുന്നതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞൊരു ഭാഗം അത് ഈ മാധ്യമങ്ങൾ, അപ്പൊ അവരുടെ ഒരു പിന്തുണ നേടി എടുത്തുകൊണ്ട് പോകുക അത്ര എളുപ്പമാണെന്നില്ല. നമ്മൾ ബദലായിട്ടുള്ള മാർഗങ്ങൾ തന്നെ അറിയേണ്ടി വരും. അതിലിപ്പോ ചോദിച്ച നരേറ്റീവുകൾ, അതാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങളുടെ നരേറ്റീവ് വിജയിച്ചു. അപ്പൊ ഞങ്ങൾ വസ്തുതയുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ യാഥാർത്ഥ്യമെന്ന മട്ടിൽ അവതരിപ്പിക്കാനായി ഈ കാലഘട്ടത്തിൽ കഴിയുന്നുണ്ട്. അത് കുറെ പേരെങ്കിലും വിശ്വസിക്കും. നമുക്കൊരു കൗണ്ടർ നരേറ്റീവ് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എപ്പോഴും തങ്ങളുടെ ഫീൽഡിൽ വന്നിരിക്കുമ്പോൾ കാര്യം ശരിയാണെന്ന് അറിയാതെ ധരിച്ചെന്ന് വരും. അപ്പൊ അതിലിപ്പോ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട എല്ലാവരും ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ പുതിയ തലമുറ വരുന്നവര്. എന്നാൽ UDF കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്നവർ വളരെ ഡിസ്ക്രെഡിറ്റഡ് ആകുന്ന പ്രവൃത്തി ചെയ്താലും അവരെ മഹത്വവൽക്കരിക്കുന്ന രൂപത്തിലുള്ള ഒരു സമീപനമായിരിക്കും ഈ രംഗത്തുണ്ടാവുക. ഇപ്പൊ പണ്ട് പറയുമല്ലോ സത്യം നുണ, സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകം ചുറ്റും. ഇപ്പൊ സത്യം സോക്സ് അന്വേഷിക്കുമ്പോഴേക്കും 1000 തവണ ചുറ്റിയിട്ടാണ് നുണ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും. പുതിയ പുതിയ നുണകൾ ഉത്പാദിപ്പിക്കും. അത് എവിടെ വരെ എത്തും? ഇപ്പൊ ഞാൻ തന്നെ നോക്കിയപ്പോ ഒരു MLA നിയമസഭയിൽ പ്രസംഗിക്കുകയാണ്. P. രാജീവിന് തോൽവി മനസ്സിലായിട്ടില്ല, അദ്ദേഹം പ്രസംഗിക്കുകയാണെന്നുകൊണ്ട് അപ്പൊ അദ്ദേഹം തന്നെ എഴുതി ഒന്ന് നിയമസഭയിൽ ഒരാളെ ഉദ്ധരിക്കണമെങ്കിൽ ആ രേഖ മേശപ്പുറത്ത് വയ്ക്കണം. സഭയ്ക്ക് അകത്തില്ലാത്ത ആളെ കുറിച്ച് പറയരുത്. ഇതൊക്കെ പ്രാഥമികമായ ധാരണയാണ്. പക്ഷെ ഒരു ജനപ്രതിനിധി അദ്ദേഹം തന്നെ എഴുതിയതും അദ്ദേഹത്തിന് ആരോ എഴുതി കൊടുത്തതായി കുറെ വാചകങ്ങൾ വായിച്ചിട്ട് ഇത് അദ്ദേഹം പറയുകയാണെന്ന് പറയാം. അപ്പൊ ഇത് ആളുകൾ വിശ്വസിക്കും. MLA നിയമസഭയിൽ പറയുന്നതാണല്ലോ. അപ്പൊ ഇതാണ് ഒരു പുതിയ രീതി എന്നുള്ളത്. അപ്പൊ അദ്ദേഹം അങ്ങനെ പറയുന്ന കാര്യം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയത് മറ്റൊരു ആളുടെ പേരിൽ സഭയിൽ ഔദ്യോഗികമായി തന്നെ പറയുന്ന രീതി. അപ്പൊ ഒരു ഡിസ്ക്രെഡിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇവർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇവര് നമ്മളൊക്കെ വിഷമിക്കും, ഈ എഴുതുന്ന കുട്ടികൾ എന്ത് ചെയ്യും ഇവിടെ ഇതൊക്കെ കേട്ടാൽ? ഞാൻ 5 കൊല്ലം അവിടെ ഉണ്ടായിരുന്നതാണല്ലോ, ചുരുങ്ങിയതാണെങ്കിലും. അവിടെ ഇതെല്ലാം കേട്ട സംവാദങ്ങളും ചർച്ചകളും നിയമസഭയ്ക്കകത്ത് നടന്നത് ഇവർ എഴുതിയതും നാടാകെ കണ്ടതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ കൂടി നമ്മുടെ മനസ്സിൽ വരും. അത് വേറെ ഏതോ സാഹചര്യത്തിലുള്ള വേറെ എന്തോ പറയുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ഇവർ സ്വീകരിക്കുന്ന ഒരു രീതി. അപ്പൊ അതിന് ഏതറ്റം വരെ പോകാനും മടിയില്ലാത്ത ആളുകളാണ് ജനപ്രതിനിധി. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും തോൽക്കും പല ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോ ഈ പ്രസംഗിക്കുന്ന ആളെന്ന് പറയുമ്പോൾ പലതവണ തോറ്റിട്ടായിരിക്കും ഒരു സ്ഥലത്ത് വന്ന് മാറി വന്ന് ജയിക്കുന്നത്. അതിലെല്ലാം ഉള്ളത് ഈ നരേറ്റീവ്. ഇപ്പൊ പുതിയ തലമുറയിലെ കുട്ടികൾ നല്ല ചർച്ചയിലൊക്കെ പങ്കെടുത്താൽ അപ്പൊ തന്നെ അവർക്കെതിരെ പതുക്കെ പതുക്കെ തുടങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇരട്ടപ്പേര് വിളിക്കും. അതങ്ങ് തുടർച്ചയായിട്ട് സ്ഥാപിച്ചുകൊണ്ടേയിരിക്കും. ഇത് അവർക്ക് ഈ രൂപത്തിലുള്ള ഒരു ഇടപെടൽ, അതാണ് ഈ വസ്തുതയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ തുടർച്ചയായി പ്രചരിപ്പിക്കും. അതിന് അച്ചടി മാധ്യമങ്ങളും വ്യത്യസ്തമല്ല. അതിനെങ്ങനെ ബ്രേക്ക് ചെയ്യാം? അതിന് ചില ഘട്ടങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർ തന്നെ ഉള്ള കാര്യങ്ങൾ വിഷ്വൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മീഡിയയെ കാണുക എന്ന രീതിയൊക്കെ സ്വീകരിച്ചിരുന്നു. കുറെ കൂടി ആസൂത്രിതമായ രീതി, ഡീകൺസ്ട്രക്ഷൻ. ഇപ്പോഴത്തെ പ്രശ്നം ഒരു നുണ നമ്മളിപ്പോ ചിലപ്പോൾ നമ്മൾ വിട്ടുകളയാന്ന് വിചാരിക്കും. കാരണം എത്ര എണ്ണം അങ്ങനെ അല്ലാന്ന് പറയാൻ പറ്റും. ഒന്ന് തുറന്നു കാണിക്കുമ്പോഴേക്കും അടുത്ത 10 എണ്ണം വരും. ഈ നുണ ഒബ്ജക്റ്റീവാണ്. ഇപ്പോൾ ഇയാളെ കൊള്ളാനാണ്, അല്ലെങ്കിൽ കുഴപ്പക്കാരനാണ്, അല്ലെങ്കിൽ വലിയ തട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ മതി. ഈ സത്യം ഡിസ്ക്രിപ്റ്റീവാ. നമ്മളിത് വിസ്തീരിച്ചെടുക്കണം. ഇങ്ങനെയല്ല, ഈ പറഞ്ഞ കാര്യം ഇതാണ്, ഇതിന്റെ വസ്തുത ആണ്, ഇത് സ്ഥാപിച്ച് ദൈർഘ്യമേറിയതായിരിക്കും. അതാണ് കേട്ടോ വായിച്ചു വരുമ്പോഴേക്കും അടുത്ത 10 ഒബ്ജക്റ്റീവ് വന്നിട്ടുണ്ടോ. ഇത് കുറച്ചൊരു പുതിയ പ്രശ്നമാണ്. അതിനെ നേരിടാൻ ഞങ്ങൾ കുറെ കൂടി സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ പ്രൊഫഷണൽ ആകണം, വസ്തുതകൾ കൊണ്ടുവരിക, ഇത് തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും വരേണ്ടത്. ഇപ്പോ ഇനി അങ്ങോട്ടുള്ള 5 വർഷക്കാലം തന്നെ ഏതാണ്ടുണ്ട് ഒരു ഇടതുപക്ഷത്തിന് പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുന്ന കാര്യം നടത്തുക എന്ന് പറയുന്നിടത്ത്. ഇപ്പോ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന, അതായത് 1ാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന, 2ാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന വളരെ ഇഫക്റ്റീവായ പാർലമെന്റേറിയൻസിൽ പലരും നിയമസഭയിൽ ഇല്ല. ഇപ്പൊ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഇപ്പോ ഇടതുപക്ഷത്തിനെതിരെ വരുന്ന ഇപ്പോ ഈ കാര്യങ്ങളിൽ തന്നെ പറഞ്ഞാൽ ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് മദ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതായത് വീര്യം കുറഞ്ഞ മദ്യങ്ങൾക്ക് നികുതി ഇളവ് കൊടുക്കുന്നത് വളരെ വളരെ വേഗത്തിൽ, അസ്വാഭാവികമായ വേഗത്തിൽ ആ ഫയൽ നീക്കം നടന്നു. വകുപ്പ് മന്ത്രി പോലും അറിയുന്നില്ല എന്ന് പറയുന്ന ആക്ഷേപം ഉണ്ടാവുന്നു. അപ്പൊ ഇവിടെ വളരെ ഒബ്ജക്റ്റീവായ ഒരു ക്രിറ്റിസിസം മുമ്പോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അതിനെ അവിടെ സത്യത്തിൽ VD സതീശൻ കേരളത്തിലെ അറിയപ്പെടുന്ന
മികച്ച പാർലമെന്റേറിയൻസിൽ ഒരാളാണ്. അപ്പൊ അദ്ദേഹം അത് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പക്ഷം വളരെ ഇഫക്റ്റീവായി തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു കാറ്റഗറി നിശ്ചയിച്ചതും ഇങ്ങനെ ഒരു സാധ്യത ഒരുക്കിയതും ഇടതുപക്ഷമാണ്. അവിടെ നിന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, ഒരു സ്വാഭാവിക നടപടിക്രമം പൂർത്തിയാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന തരത്തിൽ അതിന്റെ ധാർമ്മികമായ സകല ആക്ഷേപങ്ങളെയും ഇടതുപക്ഷത്തിന് മേലേക്ക് വെക്കുന്നുണ്ട്. അത് അവിടെ വളരെ ഇഫക്റ്റീവായിട്ട് പ്രതിരോധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇനിയും മുമ്പോട്ടേക്കുള്ള സ്ഥലത്തും ഇടതുപക്ഷം ഡിസ്ക്രെഡിറ്റഡ് ആവില്ലേ? അല്ല, അതില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വസ്തുതയുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങളും ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കാൻ അസാധാരണ ശേഷി അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ അന്നത്തെ കഴിഞ്ഞ നിയമസഭാ അനുഭവത്തിലും അദ്ദേഹം പറയുന്ന കാര്യം വസ്തുതയല്ല എന്ന് നമ്മൾ ആധികാരികമായി രേഖകളൊക്കെ വെച്ച് സമർത്ഥിക്കുമ്പോൾ അദ്ദേഹം നിശബ്ദനായ ശ്രോതാവായിട്ടിരിക്കും. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതേ കാര്യം തന്നെ കുറെ കൂടി ആധികാരികമായിട്ട് പറയുകയും ചെയ്യും. ഇതൊരു പ്രത്യേകമായ രീതിയാണ്. ഇവിടുത്തെ കാര്യത്തൊക്കെ നിയമസഭയിൽ എനിക്ക് തോന്നുന്നു ഈ പ്രതിപക്ഷം നല്ല രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടെന്നാണ് എന്റെ ധാരണ. പിന്നെ നമുക്ക് ഒരാളും ഒരു സ്ഥലത്തും അനിവാര്യതയല്ല. ഒരു സ്ഥലത്തും അനിവാര്യത. ഒരു കാലത്ത് ഒഴിവാക്കപ്പെടാനാവാത്തവരാണെന്ന് കരുതിയിരുന്നവരാണ് ശ്മശാനങ്ങളിൽ നിറയെ. ഓരോ സാഹചര്യമാണ് ഓരോരുത്തരെ രൂപപ്പെടുത്തുക. ഇപ്പോഴത്തെ സഭയ്ക്കകത്ത് ആവശ്യം മനസ്സിലാക്കി തന്നെ ഉയർന്നു പ്രവർത്തിക്കാൻ കഴിയുന്ന നിര തന്നെയാണ് പ്രതിപക്ഷത്തിനകത്തുള്ളത്. അതിന് അനുഭവ സമ്പത്തുണ്ട്, യുവത്വമുണ്ട്. എണ്ണം കുറവാണെങ്കിൽ പോലും നന്നായിട്ട് ഇടപെടാൻ കഴിയുന്ന നിര തന്നെയാണ്. ഇവിടെ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞങ്ങളൊരു കാറ്റഗറി നിശ്ചയിച്ചു. കാറ്റഗറിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. കുഴപ്പം എവിടെയാ? നിങ്ങൾ നികുതി കുറച്ചു എന്നുള്ളതാണ്. അത് 23 മുതലുള്ള ഫയല് ഇവർ വന്നപ്പോ ഞങ്ങൾ എന്തുകൊണ്ടാ ഫയൽ തീരുമാനം എടുക്കാതെ വിട്ടത്? കാരണം 251% കൊടുത്തോട്ടെ. വീര്യം കുറഞ്ഞതാണെങ്കിലും പുതിയ നികുതി വേണ്ട. നമ്മൾ പച്ചക്കറി പഴങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന വൈൻ്റെ നികുതി തന്നെ നിശ്ചയിച്ചു കൊടുത്തു. മറ്റുള്ളത് ഈ നികുതി നിന്നോട്ടെ. പക്ഷെ ഇവര് വന്നപ്പോ ഒന്നാരും ഹുസൈൻ ബോൾട്ടിന്റെ വേഗതയായിരുന്നു പറഞ്ഞല്ലോ. ആ വേഗതയും പോലല്ല. എന്തോ ഈ ഇത് കഴിച്ചതിന്റെ ഒരു ഭാഗം ഉണ്ട് അതിനകത്ത്. കുത്തിവയ്ക്കല്ലോ, ഈ ഉത്തേജകം വരുന്ന എന്തോ ഒരു ഉത്തേജകം വരുന്ന കുത്തിയാൽ മാത്രം ഇത്രയും വേഗത്തിൽ ഓടാൻ പറ്റുള്ളൂ. ആ ഉത്തേജകം വരുന്നത് എന്താണെന്നാണ് ഇവർ പലരും ചോദിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? ഒരു നിലവിലുള്ള സ്ഥിതി തുടരുന്നു. ഇപ്പോൾ ഉള്ള നികുതി മാറ്റേണ്ട കാര്യമില്ല. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിനകത്തും തന്നെ ശക്തമായി വിമർശനം പോകുന്നത്. ഇവിടെ ഈ കാറ്റഗറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെന്താ വിൽക്കാത്തെ? ഇപ്പൊ 100 രൂപയാണ് എന്റെ വിലയെങ്കിൽ ഇവിടെ വിൽക്കണമെങ്കിൽ 351 റുപ്യക്ക് വിൽക്കണം. ഇപ്പൊ അത് 220 റുപ്യക്ക് വിൽക്കാനുള്ള അവസരം കൊടുത്തവര്. അപ്പൊ 351 റുപ്യക്ക് വിൽക്കുമ്പോ അത് അധികം ഓടില്ല. എന്നാ ഈ ഇതിലേക്ക് എത്തുമ്പോ അത് വല്ലാതെ ചെലവഴിക്കപ്പെടും. അപ്പൊ അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോ ഇദ്ദേഹം തന്നെ പറഞ്ഞു ഈ നികുതി കുറയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, അത് ബോധപൂർവമാണ്, തെരഞ്ഞെടുപ്പാണ്, വലിയ അഴിമതിയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പൊ പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ തെരഞ്ഞെടുപ്പിൽ ചെയ്ത എന്തെങ്കിലും സഹായത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന് ചോദ്യം സ്വാഭാവികമായും അദ്ദേഹം തന്നെ സ്വയം ചോദിക്കണ്ടേ? അല്ലെങ്കിൽ എങ്ങനെ ഇത് വരും? ഒരു വകുപ്പ് അറിയുന്നില്ല, ആരുമായിട്ട് ചർച്ച ചെയ്യുന്നില്ല, ഏകപക്ഷീയമായിട്ടൊരു നയം ബജറ്റിനകത്ത് പ്രതിഫലിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ വളരെ വേഗത്തിൽ തുറന്നു കാട്ടപ്പെട്ടു. അതാണ് പ്രതിപക്ഷം അകത്തും പുറത്തും നടക്കുന്നതിൽ കോൺഗ്രസിനകത്തും വരുന്ന UDF-നകത്ത് വരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ എല്ലാം കാണിക്കുന്നത് ഒരു നിലപാട് മാറ്റാൻ ഒരു സെക്കൻഡിന്റെ സൂക്ഷ്മാംശം പോലും വേണ്ടാത്ത, ഒരു തരത്തിൽ വിശ്വാസ്യതയില്ലാത്ത ഒന്നായി ഈ ഗവൺമെന്റ് നയിക്കുന്ന ആൾ മാറി എന്നുള്ളതാണ്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ബാക്കി ഒരുപാട് കാര്യങ്ങളിൽ അങ്ങേക്കെതിരെ പലതരം ആക്ഷേപങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം അവര് വേറൊരു വാർത്തയുമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങേ അവർ LDF കൺവീനറായി നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ? ആ തരത്തിലൊരു ചർച്ച LDF തുടങ്ങി? ഇപ്പോൾ കൺവീനർ ഉണ്ടല്ലോ. അങ്ങ് പുതിയ കൺവീനർ ആക്കിയിട്ടുണ്ട്. ഇന്ന് അങ്ങ് വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ ഓരോ ഭാവനയിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. അത് മുന്നണിക്കും അതിനെ നയിക്കുന്ന പാർട്ടിക്കും അത് വിട്ടുകൊടുക്കലല്ലേ അഭികാമി. അവിടെ ഒരു ദ്വന്ദ്വമുണ്ട്. അതായത് P രാജീവിനെ LDF കൺവീനറായി നിശ്ചയിക്കുന്നു, CPM നിശ്ചയിക്കുന്നു, CPIക്ക് M സ്വരാജ് വേണം എന്നാണ് പറഞ്ഞത്. അതായത് ഇടതുപക്ഷത്തിനകത്ത് തന്നെ 2 കഥാപാത്രങ്ങൾ അതിനകത്ത് വന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങ് പറയുന്നത് പോലെ ഇതിന്മേൽ യാതൊരു ചർച്ചയും നിലവിൽ നടന്നിട്ടില്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത്തരം വാർത്തകളും? അതായത് ഇവിടെ യുദ്ധം തുടങ്ങി. ഈ 2 വിഭാഗങ്ങൾക്ക് തമ്മിൽ മത്സരിക്കാൻ സോഷ്യൽ മീഡിയയിൽ അരങ്ങൊരുങ്ങിയിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, വളരെ ബോധപൂർവമായിരിക്കും. കാരണം ഇപ്പൊ LDF-ന് ഇപ്പോൾ കൺവീനർ ഉണ്ടല്ലോ, അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് ചർച്ചകളൊന്നും ഞങ്ങളുടെ ഭാഗത്ത് വന്നിട്ടേ ഇല്ല. പിന്നെ ഇനിയിപ്പോ LDF ഒരു കൺവീനർ മിസ്റ്റേക്കിൽ സ്വാഭാവികമായിട്ടാണ് നയിക്കുന്ന പാർട്ടി തീരുമാനിക്കും. അപ്പൊ അത് സംബന്ധിച്ച അഭിപ്രായങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഈ പുതിയ കഥകൾ ഉൽപ്പാദിപ്പിക്കില്ല എന്തെങ്കിലും. പക്ഷെ ഇതൊന്നും പിന്നെ ഒന്നാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രശ്നം, ഒരു മാധ്യമം ഊഹം വെച്ചൊന്നും തട്ടി, അപ്പൊ കാണുമ്പോ തന്നെ അടുത്ത ആൾ ഞങ്ങൾ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ അടുത്ത് കേട്ടു.
ഇപ്പൊ ഫാക്ട് ചെക്കിങ് വിശ്വാസത്തിൽ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ആരോടെങ്കിലും ഇപ്പൊ പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കാമല്ലോ ഇങ്ങനെ വല്ലതും ഉണ്ടോ. അപ്പോൾ ഇത് ഒരു ചെക്കിങ്ങിന് വേണ്ടി അത്തരത്തിലുള്ള യാതൊരു ഇതും ഇല്ലാതെയുള്ള നിർമ്മിതികളാണ് വരുന്നത്. നമ്മുടെ പൊതുവെ വരുന്ന പല വാർത്തകളുടെയും ഒരു അടിസ്ഥാനം ഇങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഈ സാഹചര്യത്തിൽ നന്നായി തന്നെ പ്രവർത്തനം പോകുന്നുണ്ട്. നിയമസഭയ്ക്കകത്തും വരുന്നുണ്ട്. ഇത്ര വേഗതയിൽ ഈ ഗവൺമെന്റ് തുറന്നു കാട്ടപ്പെടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് ഇന്നലെ 2 മാസം മുമ്പ് വോട്ട് ചെയ്ത ആളുകൾ അബദ്ധമായി പോയി എന്ന് ഇപ്പോൾ സ്വയം പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് വരും. പിന്നെ ഒന്ന് ഈ ബജറ്റിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇപ്പൊ ഒരു മുഖ്യമന്ത്രി ബജറ്റ് അവതരണം കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സ്വകാര്യവൽക്കരണത്തിനാണ് ഈ ബജറ്റ് ഊന്നൽ. അപ്പൊ തന്നെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സ്വകാര്യ മൂലധനം വേണമല്ലോ. സ്വകാര്യ മൂലധനം ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുള്ളൂ. ഇവിടെ പൊതുമേഖലയിൽ ഏത് സ്ഥാപനം ഉണ്ട് ജോലി കിട്ടും. അപ്പൊ സ്വകാര്യ മൂലധനത്തെ ആരാ വേണ്ടെന്ന് പറഞ്ഞേ? സ്വകാര്യ മൂലധനം കഴിഞ്ഞ 57 മുതൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിൽ ഞാൻ ദാവോസിൽ വരെ പോയിട്ടുണ്ട് വിദേശ മൂലധനം കൊണ്ടുവരാൻ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം സ്വകാര്യവൽക്കരണമാണ്. പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രധാനപ്പെട്ട മേഖലയെ വിട്ടുകൊടുക്കും. ഇന്നലെ അദ്ദേഹം സഭയിൽ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത് ഇല്ലാ കഥകൾ മെനയരുത്. ഈ കോറിഡോറിൽ അതിൽ കെൽട്രോൺ ഉണ്ട്, KMML ഉണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. അതാണല്ലോ പദ്ധതി. അത് നിങ്ങൾ ബജറ്റ് വായിച്ചു, അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം തന്നെ വായിക്കണം. KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗത്തിൽ ഈ ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ ഉണ്ട്, 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതിൽ KMML, കെൽട്രോൺ, NFD നമ്മുടെ നോൺ ഫെറസ് മെറ്റീരിയൽ ടെക്നോളജി ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. ആ കേന്ദ്ര സ്ഥാപനമാണ്. ഈ 3 പേരും NFTDC ഇവര് ചേരുന്നതായിരിക്കും അതിന്റെ പ്രധാന പങ്ക്. സ്വാഭാവികമായിട്ടും സ്വകാര്യമായിട്ടുള്ള ടെക്നോളജിയോ ഏതെങ്കിലും വേണ്ടി വന്നവർക്ക് സ്വീകരിക്കാം. പക്ഷേ ശ്രീ VD സതീശൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ 3 സ്ഥാപനങ്ങളും വെട്ടിക്കളഞ്ഞു. സ്വകാര്യ മൂലധനം മാത്രം മുള്ളു വന്നു. എന്നിട്ട് അദ്ദേഹം നിയമസഭയിൽ പറയേണ്ടത് ഇതെല്ലാം ഉണ്ടല്ലോ, അപ്പൊ എന്തിനു വെട്ടി? പിടിക്കപ്പെട്ടപ്പോ അതിവേഗതയിൽ മലക്കം മറിഞ്ഞ് 4 കാലം നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ സ്വകാര്യ മൂലധനത്തിന്റെ ആരും ഇതിലല്ല. നമുക്ക് വ്യവസായങ്ങൾ വേണ്ടേ, എല്ലാം കൊണ്ടുവരണം, പൊതുമേഖലയെ ശക്തിപ്പെടുത്തണം. പൊതുമേഖല ഭൂമി കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഭൂമി ഉപയോഗിക്കാത്ത വ്യവസായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നു. പക്ഷെ കിട്ടുന്ന പണം പൊതുമേഖലയ്ക്ക് തന്നെ വിനിയോഗിക്കാമെന്നാണ് ഇതുവരെ സ്വീകരിച്ച കാഴ്ചപ്പാട്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ കടല് തീരത് അത് മുഴുവൻ ഇവർക്ക് കൊടുത്ത പ്രശ്നം മൈനിങ് പൊതുമേഖല മാത്രമാണ്. ഇന്നലെ അദ്ദേഹം പറയാണ് ഈ ആലപ്പുഴയിലെ മണൽ എങ്ങനെ കൊണ്ടുപോകണം, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. അപ്പൊ ആൾ വിചാരിക്കും എന്തോ കുഴപ്പമുണ്ട്. തോട്ടപ്പള്ളി വാങ്ങുന്ന മണൽ വരുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതൊക്കെ മറന്നോട്ടെ. പക്ഷെ ആ മണൽ എടുക്കുന്നത് ഒന്ന് KMML, മറ്റൊന്ന് IRE ആണ്. ഈ മണൽ അതേപോലെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇവർക്ക് രണ്ടുപേർക്ക് സെപ്പറേഷൻ ഉള്ളൂ. KMML ആവശ്യമായ ഇലുമിനേറ്റിന്റെ 50% മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. ഈ കരാർ അനുസരിച്ച് തോട്ടപ്പള്ളിയിൽ നിന്ന് IRE കൊണ്ടുപോകുന്ന 50% മണലിൽ നിന്ന് സംസ്കരിച്ചെടുക്കുന്ന ഇലുമിനേറ്റ് മുഴുവൻ KMML കൊടുക്കണം. ഒരാൾക്കും പുറത്തു കൊടുക്കാൻ പറ്റില്ല. അത് കരാറിന് അതേ മുഖ്യമന്ത്രിയല്ലേ, ഈ രേഖകളൊക്കെ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ KMML ഇതേവരെ ആർക്കും ഒരു തരം ഇലുമിനേറ്റ് ഇട്ടിട്ടില്ല. കാരണം അവർക്ക് ആവശ്യത്തിന് അവർ പുറത്തുനിന്ന് IRE വാങ്ങിക്കുന്നത്. അപ്പൊ ഈ വസ്തുതകളൊക്കെ കയ്യിലുണ്ടെങ്കിലും അതൊന്നും കാണാത്ത രൂപത്തിൽ ഒരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ പ്രതീതികൾക്കകത്ത് നിന്നിട്ടാണ് ഈ പ്രചാരവേലകൾ. അത് തുറന്നു കാണിക്കപ്പെടും. അധികകാലം അത്തരം പ്രതീതികൾക്ക് നിൽക്കാൻ കഴിയില്ല. വസ്തുതകൾ ജനങ്ങളുടെ മുഖത്ത് തന്നെ വന്നടിക്കും. അപ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ജനങ്ങൾ ഒരു നിലപാടിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.